ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 15-ാം തീയതി തിയേറ്ററുകളിലും OTT-ലുമായിട്ട് റിലീസ് ചെയ്ത വിവിധ സിനിമകളുടെ അഭിപ്രായങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ബോളിവുഡിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഷെയ്ത്താന് ശേഷമുള്ള ഈ മാർച്ച് മാസത്തിലെ അടുത്ത വമ്പൻ സിനിമയാണ് യോധ. ചിത്രം സിദ്ധാർത്ഥ മൽഹോത്ര നായകനെത്തിയ ഏറ്റവും പുതിയ ബോളിവുഡ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ എങ്ങും പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ഈ ബോളിവുഡ് സിനിമ നേരിടുത്തിരിക്കുന്നത്. ട്വിസ്റ്റും ടേൺസ് എല്ലാം തന്നെ നിറഞ്ഞ ഒരു കിടിലൻ എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയായിട്ട് ആക്ഷൻ ത്രില്ലർ സിനിമയായിട്ട് യോധ മാറുന്നു എന്നാണ് അഭിപ്രായങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിനിമയുടെ റെസ്പോൺസ് വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തിലെ 5ാമത്തെ 100 കോടി സിനിമയായിട്ട് ഈ ബോളിവുഡ് സിനിമ മാറാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. കാത്തിരിക്കൂ യോധയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്. ഇന്ന് ബോളിവുഡിൽ നിന്ന് മറ്റൊരു സിനിമ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. മർഡർ മുബാറക് എന്ന സിനിമയാണത്. സാറ ലിഗൻ, പങ്കജ് ത്രിപാഠി തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തിയ ഒരുപാട് താരങ്ങൾ അഭിനയിച്ച സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. ഒരു മിസ്റ്ററി കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഇന്ന് ഉച്ചയോടെയാണ് നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്തത്. തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിലെ സിനിമ ലഭ്യമാണ്. സിനിമയ്ക്ക് എബോ ആവറേജ് ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് ആദ്യ കുറച്ച് അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടനേകം അഭിനേതാക്കളുള്ള സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനമാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തുടങ്ങിയ അഭിപ്രായങ്ങളും വരുന്നുണ്ട്. അതേസമയം മലയാളത്തിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രധാനപ്പെട്ട തിയേറ്റർ റിലീസ് അഞ്ചക്കള്ള കോക്കാൻ പോറാട്ട് എന്ന സിനിമയാണ്. ചെമ്പൻ വിനോദ്, ഒപ്പം തന്നെ ലുക്മാൽ തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തിയ ചെമ്പന്റെ സഹോദരൻ സംവിധാനം ചെയ്ത സിനിമ കൂടിയാണ് അഞ്ചക്കള്ള കോക്കാൻ പോറാട്ട്. ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ പ്രതീക്ഷിത പോലെ ടെക്നിക്കലി വളരെ മികച്ചു നിൽക്കുന്നു എന്നൊരു അഭിപ്രായം നേടിയെടുത്ത സിനിമയ്ക്ക് ആവറേജ്, എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. പതിവ് റിവെഞ്ച് വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിച്ച സിനിമ എല്ലാത്തരം സിനിമാ പ്രേമികൾക്കും ഇഷ്ടപ്പെടില്ല, അതായത് എല്ലാവരുടെയും കപ്പിലെ ചായയല്ല തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തിയേറ്ററുകളിലെ വലിയ തരംഗമായ മലയാളം സിനിമകളിൽ ഒന്നാണല്ലോ പ്രേമലു. നസ്ലൻ മമിത കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ തെലുഗു ഡബിന് പിന്നാലെ ഈ ആഴ്ച ഇന്ന് സിനിമയുടെ തമിഴ് ഡബ് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. തമിഴ് ഡബിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ മറ്റു ഭാഷാ പതിപ്പുകൾ നേരിടുന്നതുപോലെ തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് നേരിടുത്തിരിക്കുന്നത്. നിലവിൽ ഇന്ന് സിനിമ ഏകദേശം 70-ൽ പരം തിയേറ്ററുകളിലാണ് അവിടെ റിലീസ് ചെയ്തിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് പോലെ തന്നെ തമിഴ്നാട്ടിൽ ഒരു തരംഗത്തിന് സാധ്യതയുള്ള സിനിമ തന്നെയാണ് പ്രേമലു. കാരണം നിലവിൽ മറ്റൊരു തമിഴ് സിനിമ പോലും തിയേറ്ററുകളിൽ ഇല്ല എന്നറിയാനായിട്ട് കഴിയുന്നു. അപ്പോൾ കാത്തിരിക്കൂ പ്രേമലുവിന്റെ തമിഴ് ഡബ് തരംഗമാകുകയാണെങ്കിൽ അതിന്റെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾ കേട്ട്.